ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നിയമപ്രകാരം ഞാനൊരു കല്യാണം കഴിച്ചു എന്ന് കരുതി. ഇതിനു മുമ്പ് എനിക്ക് സ്നേഹം തന്ന പെൺകുട്ടികളെ ഒന്നും ഞാൻ മറക്കില്ല. അവരെ ഒന്നും വിട്ടുകളയേയില്ല. ഓ, കല്യാണത്തിന് മുമ്പ് തന്നെ എന്നെ വിട്ടുകളഞ്ഞു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ശേഷം ആ കുഞ്ഞിനെ കളയാനായിട്ട് പോയപ്പോ അതെന്റെ ഹെൽത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഇരു ചെവി അറിയാതെ എനിക്ക് ദൂര സ്ഥലത്ത് പോയി പ്രസവിക്കേണ്ടി വന്നത്. ഇടീ, അതിനുവേണ്ട സഹായങ്ങളൊക്കെ ഞാനല്ലേ ചെയ്തതെന്ന്. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. സൂയിസൈഡ് ചെയ്യണമെന്ന് പോലും ഞാൻ ആലോചിച്ചതാ. ഞാൻ ജീവനോടുള്ളപ്പോ അതൊന്നും വേണ്ടി വരില്ല മോളെ. നീ പക്ഷെ എന്നെ ചതിക്കരുത്. എന്റെ മുറപ്പെണ്ണിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കുഞ്ഞുനാളിലെ ഞങ്ങളുടെ ബന്ധം പറഞ്ഞു വെച്ചതാ. പിന്നെ അവക്കാണെങ്കിൽ മുടിഞ്ഞ സ്വത്താ ഉള്ളത്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അതിലൊരു പങ്ക് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടീ, അതിന് കിട്ടണ്ടേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കണ്ണം കയറി ഇടഞ്ഞ കാര്യമൊക്കെ. എടീ, കല്യാണത്തിന് അവൻ സഹകരിച്ച പോലുമില്ല. അതെ, ഞങ്ങളുടെയൊക്കെ പ്രാക്കുണ്ടാ. യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. ഈ ഞാൻ ആഗ്രഹിച്ച സ്വത്ത് കിട്ടിയാലേ നിനക്കും നിന്റെ കുഞ്ഞിനും പ്രയോജനമുള്ളൂ. കൊച്ചിന് സ്കൂളിൽ ചേർക്കണം, ഒന്ന് വരുമോ? എടീ, നീ നിന്റെ പേര് തന്നെ അങ്ങ് വെച്ചാ മതി. ഈ രക്ഷിതാവിന്റെ കോളത്തില് ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞാ മതി. നോക്ക്, ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മോളെ. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാനില്ല. ഇതവന്റെ വണ്ടിയാണ്. ഹലോ സാഗർ. മഞ്ജു, KL 21BZ 3388. ഈ നമ്പർ മേഘൻ സാറിന്റെ കാറിന്റെ നമ്പറല്ലേ? അതെ. അങ്ങനെയെങ്കിൽ മഞ്ജു ഇപ്പൊ തന്നെ പുറപ്പെടണം. ആ കാറ് ഇവിടെ തന്നെയുണ്ട്, മാനസയുടെ വീടിന്റെ ഫ്രണ്ടിൽ. എവിടെയാ അവളുടെ വീട്? പുതിയ റോഡ് അറിയില്ലേ? അറിയോ? അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ റൂട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ വേണ്ട, മഞ്ജു പുറപ്പെട്ടോ. ഞാൻ മൊബൈലിലേക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചുതരാം. ശരി സാഗറെ, ഞാൻ എത്തി. ഇത് പിടിച്ചേ. അപ്പുക്കുട്ടാ, ഇനി അച്ഛൻ വരുമ്പോ ടോയ്സിന് പകരം ചോക്ലേറ്റും കൊണ്ടുവരാട്ടോ. ഇന്നാ ടോയ്സ് വാങ്ങിച്ചപ്പോ കൂടെ 1-2 ചോക്ലേറ്റ്സ് കൂടി വാങ്ങിയെന്ന് കരുതി നഷ്ടമൊന്നും വരത്തില്ലായിരുന്നല്ലോ. എടീ, ഞാൻ പിടിച്ചെവിടെയാലും ഇങ്ങോട്ട് വന്നതല്ലേ. ആ ഫോട്ടോ കണ്ടിട്ട്. അല്ലെങ്കിൽ വരത്തില്ലായിരുന്നു. എനിക്കറിഞ്ഞൂടെ നിങ്ങളെ. ഇനി നീ ഒരു പുതിയ മേഘനയെ കാണാൻ പോകുന്ന. പഴയത് കണ്ട് കൊത്തി തീർന്നിട്ടില്ല. അതിന്റെ കൂടെ ഇനി പുതിയൊരാളെ കൂടി കാണണോ? എടാ മോനെ, ഈടായിട്ട് മോന്റെ അമ്മ ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഞങ്ങള് നിങ്ങൾക്കൊക്കെ ഒരു തമാശയാ. പക്ഷേ ഞാന്
ജോലിക്ക് പോയില്ലെങ്കിലേ കുടുംബം പുലർത്തില്ല. ആ കുഞ്ഞെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോഴേ സമയാസമയത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പോലും പറ്റത്തില്ല. ഇനി മാസം നിനക്കൊരു നിശ്ചിത തുക കയ്യിൽ കിട്ടും. കിട്ടിയിട്ട് പറയാൻ കിട്ടീന്ന്. നീ വാ. മോനെ, ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് മോന്റെ അമ്മയ്ക്ക് ഭയങ്കര പരാതിയാ. ഇഷ്ടം പോലെ ചോക്ലേറ്റ് വാങ്ങിച്ചോ.